എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. വെൽക്കം. നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകത പ്രേക്ഷകർക്കൊക്കെ അറിയാം. നമ്മൾ ഈ പരിപാടിയിൽ പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സെഗ്മെന്റ്സ് ഒക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കും ഈ പരിപാടിയുടെ ഭാഗമാകാം. ഇപ്പോൾ ഒരു QR കോഡ് അത് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ Zoom പ്ലാറ്റ്ഫോമിലേക്ക് എത്താം. വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് നമ്മോട് സംസാരിക്കാം. അപ്പോൾ അത് ചെയ്യുക. 10:30 മുതൽ 11:30 വരെ നിങ്ങൾക്ക് ഈ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലായ ഫേസ്ബുക്കിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും 24ന്റെ പേജിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അത് കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും നമ്മൾ വിളിക്കുക, നേരിട്ട് സംസാരിക്കുക. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അല്പസമയം മുൻപാണ് ആ വാർത്ത വന്നത്. ADGP MR അജിത് കുമാറിനെതിരായ PV അൻവർ MLAയുടെ ആരോപണം സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് അന്വേഷിക്കാൻ പോകുന്നു. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റില്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെ വളരെ ഗൗരവമുള്ള ഒരു സ്വഭാവമുള്ള കേസ് ആയതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ നേരിട്ട് DGP തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു സംഭവമാണിത്. കാരണം സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് ഒരു സംഭവത്തിന്റെ അന്വേഷണം നടത്തുക എന്നുള്ളത് മാത്രവുമല്ല, രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആർക്കും പരിക്കില്ലാത്തൊരു ഫോർമുല അത് സർക്കാരും ആഭ്യന്തര വകുപ്പും കണ്ടെത്തിയോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും PV അൻവർ ആഭ്യന്തര വകുപ്പിനെ ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ ഇവരെ ലക്ഷ്യമിട്ടായിരുന്നു ആരോപണങ്ങൾ അത്രയും ഉയർത്തിയത്. MR അജിത് കുമാറിനെതിരെ വളരെ പ്രധാനപ്പെട്ട, പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരവമുള്ള ചില ആരോപണങ്ങൾ ഉയർത്തി. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും അതിനുമപ്പുറത്തേക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും തിരോധാനം, കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് MR അജിത് കുമാർ ഭാഗമായി അദ്ദേഹത്തിന്റെ അറിവോടെ ചെയ്തു എന്നടക്കമുള്ള ഗുരുതര ആരോപണം അത് ഭരണകക്ഷി MLA ആയിട്ടുള്ള PV അൻവർ ഉന്നയിച്ചു. ആ ആരോപണം അന്വേഷിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ ചുമതലപ്പെടുത്തി. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സംഘം ഇനി മുതൽ PV അൻവർ ആരോപണം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടത്തും. ഷെയ്ഖ് ദർവേഷ് സാഹിബിനാണ് അന്വേഷണ ചുമതല. കൂടാതെ ഈ സൗത്ത് സോൺ IG ആയിട്ടുള്ള G പ്രജൻകുമാർ, മാത്രമല്ല തൃശൂർ റേഞ്ച് DIG ആയിട്ടുള്ള തോംസൺ ജോസ്, ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP ആയിട്ടുള്ള ഷാനവാസ് അടങ്ങുന്ന സംഘം ഇവരായിരിക്കും ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണം, PV അൻവറിന്റെ ആരോപണം ഉന്നയിക്കുക. രാഷ്ട്രീയമായി വലിയ തരത്തിൽ പ്രസക്തിയുള്ള, രാഷ്ട്രീയമായി വലിയ തരത്തിൽ ഗൗരവമുള്ള ഒരു ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിൽ ഗൗരവമുള്ളൊരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നു. പക്ഷെ അതേസമയം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റുന്നു എന്ന തരത്തിലേക്ക് ഒരു വിവരവും സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ചുമതലയിൽ MR അജിത് കുമാർ തുടരുമ്പോഴായിരിക്കും പ്രത്യേക സംഘത്തിന്റെ അല്ലെങ്കിൽ ഉന്നതതല സംഘത്തിന്റെ ഈ അന്വേഷണം നടക്കുക. കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയൊക്കെ നമുക്ക് വന്ന വാർത്തകൾ അല്ലെങ്കിൽ ചില സൂചനകൾ അതൊക്കെ ഈ രീതിയിൽ അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു അന്വേഷണം ഉണ്ടാകും എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും ADGPയും പങ്കെടുത്ത ഒരു ചടങ്ങ് തന്നെ ഉദാഹരണമായി എടുക്കാം. വളരെ അടുപ്പത്തിലായിരുന്ന അല്ലെങ്കിൽ വളരെ വിശ്വസ്തനെന്ന് കരുതിയിരുന്ന ADGPയെ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മാറിപ്പോകുന്നു നമ്മൾ കണ്ടു. അതിന് പിന്നാലെയൊക്കെ തന്നെ അത്തരം ഒരു ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ദിവസം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അതിൽ തന്നെ ADGPയെ ഈ ചുമതലയിൽ നിന്ന് മാറ്റുന്നില്ല. അപ്പോൾ സമ്മർദ്ദങ്ങൾ അതിനുശേഷം ഉണ്ടായി, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന് കരുതേണ്ടി വരുമോ? രാഷ്ട്രീയ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ IPS അസോസിയേഷന്റെ അടക്കം സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ അവശേഷിക്കുന്ന ചോദ്യം. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഈ PV അൻവർ അറിഞ്ഞ കല്ലത്രയും കൊണ്ടത് P ശശിക്കും അതേപോലെ MR അജിത് കുമാറിനും നേരെയാണെങ്കിലും അത് നേരിട്ട് തന്നെ ഹിറ്റ് ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അത് പ്രതിരോധിക്കുകയാണോ സർക്കാർ ലക്ഷ്യമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ എങ്കിൽ കൂടി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിൽ മുന്നോട്ട് പുരോഗതി ഉണ്ടാകും. 1 മാസത്തിനകം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പക്ഷെ അപ്പോൾ പോലും ക്രമസമാധാന ചുമതലയിൽ ആരോപണ വിധേയനായിട്ടുള്ള MR അജിത്ത് തുടർന്നിട്ട്
എങ്ങനെ അന്വേഷണം സാധ്യമാകും എന്നുള്ള ചോദ്യം അതന്നെയാണ് അവശേഷിക്കുന്നു. ഷഫീദ് ഇപ്പോൾ പറഞ്ഞല്ലോ. അതായത് ആ രീതിയിൽ ഉദ്യോഗസ്ഥ സ്ഥലത്ത് നിന്ന് തന്നെ ഈ രീതിയിൽ സമ്മർദ്ദം ഉണ്ടായിരിക്കാം എന്നൊക്കെയുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. അതേസമയം DGP നേരിട്ട് അന്വേഷിക്കുന്നു എന്നതൊരു പ്രത്യേകതയാണ്. എങ്കിൽ പോലും ഈ അന്വേഷണത്തിൽ ADGP ആ സ്ഥാനത്തിന് തുടർന്നുകൊണ്ട് അന്വേഷണം നേരിടുമ്പോൾ അത് എത്രമാത്രം നല്ല രീതിയിൽ പോകും എന്നൊരു പൊതു ചോദ്യം, അതൊരു വലിയ ചോദ്യമാണ്. അതിനൊക്കെ നാളെ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ മറുപടി പ്രതീക്ഷിക്കേണ്ടി വരിക? നമുക്കിപ്പോഴും നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അതിൽ ഇതുവരെ ഉത്തരവിറങ്ങാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത്കുമാറിനെ മാറ്റിയോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷെ അപ്പോഴും സർക്കാരിനെ സംബന്ധിച്ച്, CPIM-നെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ കൈ കഴുകാനോ കഴിയില്ല. കാരണം അത്രയധികം ഗൗരവമുള്ള ആരോപണം ഉന്നയിക്കുന്നു. അനധികൃത ധനസമ്പാദനമടക്കം ലോ ആൻഡ് ഓർഡർ ADGP-ക്കെതിരെ PV അൻവർ തെളിവ് സഹിതം നിരത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് മാധ്യമങ്ങൾ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് കവടിയാറിലെ അജിത് കുമാറിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളടക്കം വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ സർക്കാരിന് മുകളിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സർക്കാരിന് മുകളിൽ അത്രയധികം സമ്മർദ്ദമില്ലെങ്കിൽ ഈ ഉത്തരവ് ഇത്രയധികം വൈകില്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് സുജിത് ദാസിനെതിരെയുള്ള സസ്പെൻഷൻ ഉത്തരവ് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നു. സാങ്കേതികമായ കാരണങ്ങൾ സർക്കാരിന് നിരത്താം, പക്ഷേ ചോദ്യങ്ങൾ പലത് രാഷ്ട്രീയമായി ബാക്കിയാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് CPM ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ആ പ്രതികരണത്തിൽ പോലും PV അൻവറിനെ പൂർണ്ണമായോ അതല്ലെങ്കിൽ ഭാഗികമായോ തള്ളാതെയുള്ള പ്രതികരണമാണ് MV ഗോവിന്ദൻ നടത്തിയത്. ആ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ CPM-നുള്ളിൽ തന്നെ ഉയർന്ന അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് P ശശി സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നു, MR അജിത്കുമാർ സൂപ്പർ DGP ആകുന്നു. അവരെയൊക്കെ കടന്നുകൊണ്ട് പോലീസിനെ തിരുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. പക്ഷെ അതിനുമൊക്കെ മുകളിലേക്ക് ചില സമ്മർദ്ദങ്ങൾ ഉയർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP-യെ അല്ലെങ്കിൽ MR അജിത്കുമാറിനെ മാറ്റിക്കൊണ്ടൊരു ഉത്തരവ് ഇതുവരെയും ഇറങ്ങാത്തത്. ഒരുപക്ഷെ നാളെ കാലത്ത് അത് ഇറങ്ങുമോ എന്ന് നമുക്ക് അറിയുകയുമില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സംഘം PV അൻവർ ഉന്നയിച്ച ആരോപണം ഗൗരവത്തിൽ കണ്ടുകൊണ്ട് അന്വേഷണം നടത്താനായി മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവിത. ശരി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണത്. എന്തായാലും ADGP MR അജിത് കുമാറിനെതിരായ PV അൻവർ MLA-യുടെ ആരോപണം സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. മുൻപ് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും ആ അന്വേഷണം ആര് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമൊക്കെ നിലനിന്നിരുന്നു. അതെന്തായാലും മാറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം ഇപ്പോഴുള്ള ചുമതലയിൽ തന്നെ തുടരും, അതായത് ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരുമെന്നുള്ള ഒരു വാർത്ത കൂടി നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അത് ഏത് ദിശയിലായിരിക്കും, അത് അന്വേഷണത്തെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചെറിയ ആശങ്ക നമ്മൾ രേഖപ്പെടുത്തുകയുമാണ്. യെസ്, ഷഫീദ് റാവുത്തറാണ് അത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചതും. എന്തായാലും ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെതിരെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിക്കുന്ന കാര്യം നമ്മളിന്ന് കണ്ടു. കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിലാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. അപ്പോൾ MR അജിത് കുമാറും സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അജിത് കുമാറിനെ ഗൗനിക്കാതെ മുഖ്യമന്ത്രി പിന്നീട് വേദി വിട്ടു. ആരോപണങ്ങൾ സർക്കാർ അന്വേഷിക്കട്ടെ എന്നായിരുന്നു അജിത് കുമാറിന്റെ പ്രതികരണം. PV അൻവറിന്റെ ആരോപണം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ. നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് DGP-യെ രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. DGP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പൊതുവേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം. അതും ADGP അജിത് കുമാറിനെ വേദിയിലിരുത്തി. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ ADGP അജിത് കുമാർ പ്രസംഗിച്ചത്. താൻ ചെയ്ത കാര്യങ്ങൾ ADGP എണ്ണിപ്പറഞ്ഞു. ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നായിരുന്നു ADGP-യുടെ വാക്കുകൾ.
PV അൻവർ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അജിത് കുമാർ സർക്കാർ എല്ലാം അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ADGPക്കെതിരായ ആരോപണത്തിൽ എന്നാൽ DGP പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. പലതവണ മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഒരു പ്രതികരണവും DGP നടത്തിയില്ല. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കസേരയിൽ ADGP അജിത് കുമാർ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഗവനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസായിരിക്കും ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അന്വേഷണം നടക്കട്ടെ, സത്യമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കണ്ട അതിൽ തന്നെ ആ ദൃശ്യത്തിൽ തന്നെ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അതായത് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയ ശേഷം പിന്നീട് സംസാരിക്കുന്ന 2 പേർ, അത് DGP ആണ്, മറ്റൊന്ന് ഇപ്പോൾ ആരോപണവിധേയനായ ADGP ആണ്. ADGPക്കെതിരെയാണ് ഈ രീതിയിൽ അന്വേഷണം നടക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് നേരിട്ട് DGP ആണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം വളരെ പ്രസക്തമാകുന്നതും ഈ ഘട്ടത്തിൽ. വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിതയിലേക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള അന്വേഷണം പോലും വരുന്നത്. എന്തായാലും ഒരുപാട് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം. ആരോപണം ഉറപ്പിക്കാൻ PV അൻവർ വെളിപ്പെടുത്തിയത് കവടിയാറിലെ വീട് നിർമ്മാണമാണ്. തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് എന്നും 15 കോടി രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയതെന്നുമായിരുന്നു അൻവറിന്റെ പ്രധാന ആരോപണം. ഈ വീട് നിർമ്മാണത്തെക്കുറിച്ച് ഉൾപ്പെടെ അന്വേഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. MR അജിത് കുമാറിനെതിരെയുള്ള PV അൻവറിന്റെ വജ്രായുധമായിരുന്നു കവടിയാറിലെ വീട് നിർമ്മാണം. കവടിയാർ കൊട്ടാരത്തിന്റെയും ഗോൾഫ് ക്ലബിന്റെയും ഒത്തനടുവിൽ 10 സെന്റ് ഭൂമി. സെന്റിന് 75 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമിയിലാണ് ADGP MR അജിത് കുമാർ വീട് പണിയുന്നത്. 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് വീട്. വീടിന്റെ രേഖാചിത്രവും പുറത്തായി. MR അജിത് കുമാറിന്റെ പേരും വീടിന്റെ പ്ലാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കവടിയാർ കൊട്ടാരത്തിന് സമീപം ഭാര്യ സഹോദരന്റെ പേരിലും 12 സെന്റ് സ്ഥലം MR അജിത് കുമാർ വാങ്ങിയെന്ന് PV അൻവർ ആരോപിക്കുന്നു. ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. 3 നില വീടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങിന്റെ ചിത്രങ്ങളും PV അൻവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഈ പണിതുയർത്തുന്ന കൊട്ടാര സദൃശമായ കെട്ടിടത്തെയാണ് PV അൻവർ മണിമാളിക എന്ന് വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പൊന്നും വില കൊടുത്ത് വസ്തു വാങ്ങാൻ, അതിലിങ്ങനെ ഒരു കൊട്ടാരം പണിയാൻ സംസ്ഥാനത്തെ ഒരു ADGPക്ക് എങ്ങനെ സാമ്പത്തിക അവസ്ഥ ഉണ്ടായെന്ന് പരിശോധിക്കണം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. PV അൻവറിന്റെ ആരോപണത്തിൽ അടുത്തതായി തെറിക്കുന്നത് P ശശിയോ എന്ന ചർച്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. P ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം CPIM-ലും ശക്തമായി ഉയരുന്നുണ്ട്. വിവാദങ്ങൾക്കിടെ PV അൻവർ നാളെ മുഖ്യമന്ത്രിയെ കാണും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരു ചെറുക്കും ആരു തടുക്കും എന്ന വെല്ലുവിളി പോലെ PV അൻവർ ആരോപണ പ്രഹരങ്ങൾ തുടരുകയാണ്. ആദ്യ പ്രഹരമേറ്റത് പത്തനംതിട്ട SP S സുജിത് ദാസിന്, അടുത്തത് ADGP MR അജിത് കുമാറിന്. ഇനി ഊഴം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കാണോ എന്നേ അറിയേണ്ടതുള്ളൂ. P ശശി പരാജയമാണെന്നും മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നെന്നും പറഞ്ഞത് PV അൻവർ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിനും നടപടിക്കും മുഖ്യമന്ത്രിക്ക് കഴിയും. ആരോപണ വിധേയർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്നാൽ P ശശിയുടെ കാര്യത്തിൽ CPIM-ന്റെ രാഷ്ട്രീയ തീരുമാനം വേണം. മുമ്പൊരിക്കൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിച്ചതാണ് P ശശി. പിന്നീട് ശശിയെ തിരികെ എത്തിച്ചത് പിണറായി വിജയനാണ്. 96-2001 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു ശശി. 2ാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന ദിനേശൻ പുത്തലത്ത് ദേശാഭിമാനി ചുമതലയിലേക്ക് പോയതോടെയാണ് P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ P ശശിയെ സംരക്ഷിക്കുന്നത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. ഏതായാലും തീരുമാനമെടുക്കേണ്ടത് CPIM ആണ്. 24, തിരുവനന്തപുരം.
ഈ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഇത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവുക. ആരുടെയൊക്കെ കസാരയായിരിക്കും തെറിക്കുക, ആരുടെയൊക്കെ തൊപ്പി തെറിക്കും എന്നുള്ള കാര്യമൊക്കെ സജീവ ചർച്ചയാകും. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ആഭ്യന്തര വകുപ്പിലെ അല്ലെങ്കിൽ അതിലെ വളരെ പ്രധാനപ്പെട്ട കീ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇത്രയും ഗൗരവമായ ആരോപണം അത് പി വി അൻവർ ഒറ്റയടിക്ക് അങ്ങനെ എടുക്കുമോ എന്ന ചോദ്യം കൂടി മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയ ചോദ്യമായി ഇങ്ങനെ മാറുന്നുണ്ട്. അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതൊരു ട്രാപ്പാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ നാളെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന പി വി അൻവർ നിലവിൽ അങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിലൊക്കെ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും നാളെയൊക്കെ പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു വാർത്ത അത് ആലപ്പുഴയിൽ നിന്നാണെന്ന് വന്നത്. ചേർത്തലയിൽ നവജാത ശിശുവിനെ മാതാവും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി. ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മാതാവ് ആശയും രതീഷും ചേർന്ന് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 26-നാണ് ആശ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. പിന്നീട് 31-ാം തീയതി ആശുപത്രി വിട്ടു. കുട്ടി ജനിച്ച വിവരം ആശുപത്രി അധികൃതർ പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്തിൽ നിന്ന് നവജാത ശിശു പരിപാലനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണം വന്നപ്പോൾ കുഞ്ഞ് തന്റെ പക്കലില്ല എന്നുള്ള വിവരം ആശ നൽകി. വളർത്താൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ തൃപ്പൂണിത്തുറ സ്വദേശികൾക്ക് കൈമാറി എന്നാണ് ആശ വ്യക്തമാക്കിയത്. ഇതോടെ ആശാ വർക്കർ വീട്ടിലെത്തി. അവരോടും 2 മക്കളുടെ അമ്മ കൂടിയായ ആശ ഇക്കാര്യം തന്നെ പറഞ്ഞു. സംശയം തോന്നിയ ആശാപ്രവർത്തക വാർഡ് മെമ്പർ ഷിൽജയെ വിവരമറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഷിൽജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആശയെയും ആൺസുഹൃത്ത് രതീഷിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം തൃപ്പൂണിത്തുറയിൽ കുട്ടിയെ നൽകിയെന്ന് പറഞ്ഞ ഇവർ പിന്നീട് കുട്ടി മരിച്ചു എന്ന് പോലീസിനോട് സമ്മതിച്ചു. തുടർ ചോദ്യം ചെയ്യലിൽ ആശയുമായി ചേർന്ന് രതീഷ് കുഞ്ഞിനെ ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തതാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് മൃതദേഹം തേടി പോലീസ് പള്ളിപ്പുറം പുല്ലുവേലി ഭാഗത്തേക്ക്. രതീഷിന്റെ വീടിന്റെ പരിസരത്തും പൊന്തക്കാട്ടിലും നടത്തിയ തെരച്ചിലിൽ ആദ്യം കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ടുവന്ന വസ്ത്രം കണ്ടെത്തി. പിന്നീട് ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹവും. ആശ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരോടും ഭർത്താവിനോടും മറച്ചുവച്ചിരുന്നതായി മൊഴിയുണ്ട്. വയറ്റിൽ മുഴയാണെന്നാണ് ഭർത്താവ് മനോജിനോട് പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടിയതും ഇതിനായെന്നാണ് പറഞ്ഞത്. പക്ഷേ ആശുപത്രി രേഖകളിൽ ആശയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് രതീഷാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 30-ന് തന്നെ സഞ്ചിയിൽ കുഞ്ഞിനെ രതീഷിന് കൈമാറിയെന്നാണ് ആശ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. മൃതദേഹം ആദ്യം ഒളിപ്പിച്ചത് ശുചിമുറിയിലല്ലെന്ന് പോലീസ് പറയുന്നു. പൊന്തക്കാട്ടിലോ സെപ്റ്റിക് ടാങ്കിലോ ആണെന്നാണ് സംശയം. സംഭവം പുറത്തായതോടെ കത്തിച്ചു കളയാൻ വേണ്ടിയാണ് ശുചിമുറിയിൽ സൂക്ഷിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. 24 ആലപ്പുഴ. You are watching 24 from News Headquarters, Kochi. പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഡിജിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. IG ജി സ്പർജൻ കുമാർ ഉൾപ്പെടെ മറ്റ് 4 പേരും സംഘത്തിൽ. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കോട്ടയത്തെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് രാവിലെ. സുജിത് ദാസിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റി ഉത്തരവിറക്കി. MR അജിത് കുമാറിനെ സംരക്ഷിച്ച മുഖ്യമന്ത്രി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റില്ല. നടപടി ഒഴിവാക്കിയത് പി ശശിയെയും മാറ്റേണ്ടി വരുമെന്ന ആശങ്കയിൽ. കവടിയാർ കൊട്ടാരത്തിനടുത്ത് ADGP MR അജിത് കുമാർ മണിമാളിക പണിയുന്നു എന്ന് അൻവറിന്റെ പുതിയ ആരോപണം. വിവാദങ്ങൾക്കിടെ PV അൻവർ നാളെ മുഖ്യമന്ത്രിയെ കാണും. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയിൽ നടൻ ബാബുരാജിനെതിരെ കേസ്. അടിമാലി പോലീസ് FIR ഇട്ടത് നടിയുടെ മൊഴിയെടുത്ത ശേഷം. ജയസൂര്യക്കെതിരായ പരാതിയിൽ നടിയുടെ രഹസ്യമൊഴിയെടുത്തു. മുകേഷ് MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നാളെയും വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അരുന്ധതി റോയ് ഉൾപ്പെടെ 72 പേർ ഒപ്പിട്ട കത്ത്. ആലപ്പുഴ ചേർത്തലയിലെ കൊടും ക്രൂരത പുറത്ത്. നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു. മാതാവും ആൺസുഹൃത്തും അറസ്റ്റിൽ. മൃതദേഹം കണ്ടെത്തിയത് ശുചിമുറിയിൽ. കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം പുറത്തായപ്പോൾ കുഴിയിൽ നിന്നെടുത്ത് ശുചിമുറിയിൽ ഉപേക്ഷിച്ചു എന്ന് പോലീസ്. കുഞ്ഞിനെ കൈമാറിയെന്ന് കള്ളം പറഞ്ഞ് അന്വേഷണം വഴിതെറ്റിക്കാനും പ്രതികളുടെ ശ്രമം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്ര ജല കമ്മീഷന്റെ അനുമതി. 2 വർഷം കഴിഞ്ഞ് മതിയെന്ന തമിഴ്നാടിന്റെ നിലപാട് തള്ളി. 1 വർഷത്തിനുള്ളിൽ പരിശോധന വേണമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചത് 13 വർഷത്തിന് ശേഷം. കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിഞ്ഞതായി മന്ത്രി റോഷി അഗസ്റ്റിൻ.
കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നീക്കമെന്ന റിപ്പോർട്ടുകൾ തള്ളി NCP. സംസ്ഥാന നേതൃത്വം ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് PC ചാക്കോ. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. നേതൃത്വം എടുക്കുന്ന തീരുമാനം അനുസരിക്കുമെന്ന് തോമസ് കെ തോമസ്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ആഞ്ഞടിച്ച് സിമ്മി റോസ്ബെൽ ജോൺ. CPIഎമ്മിനെ കൂട്ടുപിടിച്ചുള്ള ആരോപണമെന്ന് തെളിയിച്ചാൽ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കും. പീഡന വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും സിമി. ഇന്നലെ പ്രതികരിച്ചെന്ന് പറഞ്ഞ് വിവാദം ഒതുക്കാൻ നോക്കി VD സതീശൻ. പരാതി ഉന്നയിച്ചാൽ പുറത്താക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ അഴിമതി കേസിൽ അറസ്റ്റിൽ. CBI നടപടി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. യുവ ഡോക്ടറുടെ കൊലപാതക കേസിൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തത് ദിവസങ്ങളോളം. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. വീണ്ടും ഡ്രോൺ ആക്രമണമെന്ന റിപ്പോർട്ടുകൾ. ഒരാൾക്ക് പരിക്ക്. പ്രദേശത്ത് സംഘർഷാവസ്ഥ. മണിപ്പൂരിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 2 പേർ. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ തുടരുകയാണ്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി വരുന്നു. PV അൻവറിന്റെ ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തത് ഭയം കാരണം എന്ന സൂചന വരുന്നു. അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയെയും മാറ്റേണ്ടി വരുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം SP സുജിത് ദാസിനെ പത്തനംതിട്ട പോലീസ് മേധാവി സ്ഥാനത്ത് മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറക്കി. ഷഫീദ് റാവുത്തർ ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതെങ്ങനെയാണ്? സമ്മർദ്ദം അത് മാത്രമാണ് ഈ തീരുമാനത്തിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു വിവരം. കാരണം പോലീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മുൻപേ നടത്തിയ തീരുമാന പ്രകാരമുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നടപ്പാക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിലൊന്നാമത്തേത് ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ആലോചനയായിരുന്നു ഇന്ന് വൈകിട്ട് 7 മണി വരെയെങ്കിൽ അതിനുശേഷം സർക്കാർ മാറി ചിന്തിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ അജിത് കുമാറിനെ മാറ്റിയാൽ P ശശിയെ മാറ്റേണ്ടി വരും എന്നുള്ളൊരു വിലയിരുത്തൽ CPIഎമ്മിനുള്ളിലും സർക്കാരിലും ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തെറ്റുതിരുത്തൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ തുടരുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു. അടുത്ത മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന വിമർശനം അത് തെറ്റുതിരുത്തൽ എന്ന രീതിക്ക് അപ്പുറത്തേക്ക് പോലീസിൽ അടിമുടി കുഴപ്പം എന്നുള്ള സമ്മർദ്ദം അത് ഉണ്ടാക്കാൻ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. P ശശിയെ മാറ്റേണ്ടി വരുമെന്ന ഭയത്താൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്ന് പകൽ മുഴുവനുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ ആഭ്യന്തര വകുപ്പ് മലക്കം മറിഞ്ഞു എന്നുള്ള ഒരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ SP സുജിത് ദാസിനെ പത്തനംതിട്ട പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് സസ്പെൻഷൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. സുജിത് ദാസിന് പകരം ചുമതല നൽകിയിട്ടില്ല. പകരം തിരുവനന്തപുരത്ത് നിന്ന് VG വിനോദ് കുമാറിന് പത്തനംതിട്ട ജില്ലാ ഷഫീദ്, MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു നടപടി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സുജിത് ദാസിനെതിരായിട്ടുള്ള നടപടി അതിനെ ഏത് തരത്തിലായിരിക്കും കാണേണ്ടത്? കാരണം സർക്കാർ MR അജിത് കുമാറിനെ കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കടക്കുന്നു എന്നുള്ളത് ആശ്ചര്യകരമല്ലേ? ഉറപ്പായിട്ടും. കാരണം കടുംവെട്ടിന് സർക്കാർ ഇല്ല എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ ആ കടുംവെട്ട് എന്നുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറി എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. കാരണം വൈകിട്ട് 7 മണി വരെ ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ആലോചനകൾ നടന്ന രീതിയിൽ ഒന്നുമേ അല്ല കാര്യങ്ങൾ പോകുന്നത്. അതിൽ CPIഎമ്മിൽ നിന്നും പാർട്ടിയിൽ നിന്നും സർക്കാരിന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. 2 തീരുമാനങ്ങൾ. അതിലൊന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റാതിരിക്കാൻ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി. രണ്ടാമത്തേത് സുജിത് ദാസിനെ സ്വാഭാവികമായും കർശന നടപടിക്ക് വിധേയമാക്കിയാൽ അതുവഴി MR അജിത് കുമാറിനെതിരെയും പിന്നീട് അത് P ശശിക്കെതിരെയും പോകാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. താഴെ തട്ടിലുള്ള സമ്മേളനങ്ങളിലെ വിമർശനങ്ങളെ സർക്കാർ ഭയക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഭയക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ MLA-മാരല്ല, അത് ഭരണകക്ഷിയിൽപ്പെട്ട MLA ആണ്, PV അൻവർ ആണ്. PV അൻവറിന്റെ ആരോപണത്തിൽ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി തലയൂരാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം
അത് മാത്രമാണ് ഇതിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും അന്വേഷണം നടത്തും, പോലീസിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും കർശന നടപടിയിലേക്കോ താക്കീതുകളിലേക്കോ ഒന്നും കടക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ അത് പാർട്ടിക്കും സർക്കാരിനും ഏൽക്കേണ്ടി വരുന്ന പ്രതിച്ഛായ മങ്ങൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു എന്ന് വേണം കരുതാൻ. പ്രജിൻ. യെസ്, വളരെ വ്യക്തമാണ്. എന്തായാലും ആ രീതിയിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ അതിൽ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഉണ്ടാകും. ആ രീതിയിൽ തന്നെ ഒരു അന്വേഷണം വരില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു പല കേന്ദ്രങ്ങളിൽ നിന്നും. ആ രീതിയിൽ തന്നെ ADGP ആ ചുമതലയിൽ നിന്നും മാറ്റുന്നില്ല, പകരം അന്വേഷണമുണ്ട്, DGP അന്വേഷിക്കും. പക്ഷേ മറുഭാഗത്ത് SP യെ ആ നിലയിൽ നിന്നും മാറ്റുന്നു. അങ്ങനെ എന്താണ് കൃത്യമായ ഉത്തരവിൽ അത് വ്യക്തമാക്കുന്നുമില്ല എന്നാണ് ഷഫീദ് റാവുത്തർ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. നാളെ ഇപ്പോൾ PV അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക, അതിൽ മുഖ്യമന്ത്രി എന്ത് പ്രതികരണം നടത്തും എന്നതും ഈ ഘട്ടത്തിൽ വളരെ കൗതുകമായി മാറുന്നുണ്ട്. നാളെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നുണ്ട്, ഈ ഒരു വാർത്തയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുങ്ങിപ്പോയോ എന്ന്. അങ്ങനെയില്ല, അതിൽ അപ്ഡേറ്റുകൾ വരുമ്പോഴാണ് നമ്മൾ ആ വാർത്ത അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഇന്നെന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ലൈംഗിക പീഡന കേസിൽ M. മുകേഷ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. വിവിധ കോടതികളിലായി സിദ്ദിഖും ഇടവേള ബാബു മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതിനിടെ നടൻ ബാബുരാജ് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ അടിമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ കോൾ രേഖകൾ എന്നിവയടക്കം മുദ്രവച്ച കവറിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ കോടതി പരിശോധിച്ചു. വാർത്താമാധ്യമങ്ങളിലെ പരാതിക്കാരിയുടെ പ്രതികരണങ്ങളും തെളിവായെത്തി. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് ഹൈക്കോടതിയിലും ഇടവേള ബാബു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും എത്തി. അതേസമയം നടൻ ജയസൂര്യ കടന്നുപിടിച്ചെന്ന നടിയുടെ പരാതിയിൽ തൊടുപുഴ പോലീസ് നടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ജയസൂര്യക്കെതിരായ മറ്റൊരു കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയരൂപീകരണമോ അടിയന്തര നടപടിയോ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അരുന്ധതി റോയ്, KR മീര, പ്രകാശ് രാജ്, രേവതി ലൗൾ ഉൾപ്പെടെയുള്ള 72 പേർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നമ്മുടെ പ്രേക്ഷകർ വളരെ നാളുകളായി എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യം എന്താണ്, അതിൽ എന്താണ് സർക്കാർ കൃത്യമായി ഇടപെടാത്തത്, അതിൽ ആശങ്കയുണ്ടല്ലോ ഒരു വിഭാഗം ജനങ്ങൾക്ക് എന്നൊരുപാട് പേർ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നുണ്ട് അല്ലേ. അതിൽ ഇന്നൊരു അപ്ഡേറ്റ് വന്നു. അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന നടത്തേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളുകയും ചെയ്തു. ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ് ഇത് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താനാണ് ജല കമ്മീഷൻ അംഗീകാരം നൽകിയത്. സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മതി അറ്റകുറ്റപ്പണികളെന്നായിരുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യം. 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന നടത്താനാണ് നിർദ്ദേശം. പരിശോധന 2026 മതിയെന്ന തമിഴ്നാടിന്റെ വാദം കമ്മിറ്റി തള്ളി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തമിഴ്നാടിന് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന വർഷങ്ങളായി കേരളം ആവശ്യപ്പെട്ടതാണെന്നും തീരുമാനം തമിഴ്നാടിനും അംഗീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചുവടുവയ്പായി ഇതിനെ കാണാൻ കഴിയും. കേരളം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളും തന്നെയാണല്ലോ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ പുതിയൊരു ഡാം ഉണ്ടാകുക, ഇക്കാര്യമായിരുന്നു നമ്മൾ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ചത്. വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയുൾപ്പെടെ പരിശോധിക്കും. 2011 സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി ഇതിനു മുൻപ് വിശദ പരിശോധന നടത്തിയത്. 24, ഡൽഹി.
പ്രജിൻ, നമ്മുടെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് പറയുന്നത് പ്രേക്ഷകരുടെ കമന്റ്സ് വായിക്കുമെന്ന്. പക്ഷെ ആ പ്രധാനപ്പെട്ട വാർത്ത വന്നതുകൊണ്ട് അത് നടന്നില്ല. എന്താണ് പറയുക, കമന്റ് ബോക്സിൽ തന്നെ പറയുന്നുണ്ട് കംപ്ലൈന്റ് വായിക്കുന്നില്ല എന്നുള്ളത്. അതും കണ്ടു. മറ്റു കമന്റിലേക്ക് പെട്ടെന്ന് വരാം. മിനി ബാബു ചോദിക്കുന്നു, പ്രവിത ഇന്ന് പാട്ട് ശരിയായില്ല എന്ന് പറഞ്ഞതിൽ പിണങ്ങരുത്, അതുകൊണ്ടാണോ കമന്റ് വായിക്കാതെ? ചേച്ചി, അത് ചേച്ചിക്ക് തോന്നുന്ന പോലെ തന്നെ എനിക്ക് പാടുമ്പോഴേ അറിയാം ശരിയായില്ല. നമ്മൾ ഈ പാട്ടൊക്കെ പെട്ടെന്ന് പഠിക്കുന്നതാണ്, അപ്പൊ അതിൽ പ്രശ്നങ്ങൾ ചില ദിവസങ്ങളിൽ വരും. അതോടൊപ്പം അങ്ങനെ പ്രേക്ഷകർ പ്രജിൻ എന്താ മിനി ബാബു പറഞ്ഞു, ഞങ്ങൾക്ക് 7 മണിക്ക് SKN സാറിന്റെ ക്ലാസ്സിൽ കയറാനുള്ളതാണ്, അതുകൊണ്ട് നേരത്തെ ഉറങ്ങണം. നിങ്ങൾ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ മാത്രം നിങ്ങൾ പറയരുത് ദയവായി. മിനി ബാബു. ദിനേശ് ഹരിപ്പാട് പറഞ്ഞു, ഹായ് പ്രജിൻ പ്രവിത, ഞാൻ അരുണാചൽ ചൈന ബോർഡറിൽ ഡ്യൂട്ടി കഴിഞ്ഞു ഈ പ്രോഗ്രാം കാണുകയാണ്. പാട്ട് കേട്ട് നാട്ടിലാണെന്ന് തോന്നിപ്പോയി. ഇവിടെ മഴ, ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ട്, റേഞ്ച് കുറവാണ്, വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല, 2 AM ഡ്യൂട്ടിയും ഉണ്ട് എന്ന് പറയുന്നു. ഒരുപാട് സന്തോഷം. താങ്കൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സൈന്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിലാണെന്നാണ്. പ്രേക്ഷകനാണ് എന്നും ഇതുപോലെ. അദ്ദേഹം ഒരു ദിനേശ് ഹരിപ്പാട് ഒരു സൈനികനാണ്. ആ രീതിയിൽ തന്നെ അദ്ദേഹം മെസ്സേജുകൾ പണ്ട് മുതലേ നൽകുന്നുണ്ട്. ഇപ്പോൾ അൽ അമീൻ ഈ തങ്ങൾപ്പാടി കുറേ സമയമായിട്ട് ഒരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. അരനൂറ്റാണ്ടിലധികം ഫുട്ബോൾ പാരമ്പര്യമുള്ള കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രമുഖ ടീമുകൾ പങ്കെടുത്തിരുന്ന തൃശൂർ ചാവക്കാട്ടെ കാജ ട്രോഫി പുനരാരംഭിക്കണം, അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഡിയം പണിയുക എന്ന ഒരു ആവശ്യം അതിങ്ങനെ റിപ്പീറ്റഡ്ലി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രസകരമായ മറ്റൊരു കമന്റ് നാരായണൻ പറയുന്നു, തനി മാപ്ര ചാനൽ. അതെന്താണ് ഉദ്ദേശിച്ചത്? തനി മാപ്ര ചാനൽ എന്ന് പറയുന്നത് മാപ്ര മാധ്യമപ്രവർത്തനം എന്നത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? രവികുമാർ പറയുന്നു, ഗുഡ് നൈറ്റ്, എനിക്ക് ഉറക്കം വരും, നിങ്ങൾ മെസ്സേജ് നോക്കുന്നില്ല, നാളെ കാണാം. പോയോ ചേട്ടൻ പോയെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നാളെ ഹിന്ദി പാട്ടുമായി വന്നില്ലെങ്കിൽ ഞാൻ പോയി കിടന്നുറങ്ങും. ഹിന്ദി പാട്ട് പാടാം, നമുക്ക് നാളെ നോക്കിയിട്ട് പാടാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ അവസാനത്തെ ഒരു മിനിറ്റുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നേരെ ഓണമൊക്കെയാണ്. ഓണവുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട്, മത്സരങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നായിരുന്നു. എന്തായിരുന്നു അത്? നെഹ്റു ട്രോഫി വള്ളംകളി. അതെ, അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ട്. എന്തായാലും ആ വള്ളംകളിയുടെ തീയതിയിൽ തീരുമാനമായില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ മാസം 28-ന് ജലമേള നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകി. എത്രയും വേഗം തീരുമാനമെടുക്കും എന്നാണ് ജില്ലാ കളക്ടറുടെ ഉറപ്പ്. ഓണത്തിന് ശേഷം ഈ മാസം 28-ന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണം, ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ചു. ഈ പ്രാവശ്യത്തെ വള്ളംകളി എത്രയും പെട്ടെന്ന് നെഹ്റു ട്രോഫി ഡേറ്റ് തീരുമാനിക്കണം. 2, കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി അലോട്ട് ചെയ്ത CBLനുള്ള ആ ഫണ്ട് അതുപോലെ തന്ന് ആ CBL നടത്താനുള്ള ഉത്തരവുണ്ടാകണം. നാളെയോ മറ്റന്നാളോ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗം ചേരും. 28-ന് വള്ളംകളി നടത്തണമെന്ന അഭ്യർത്ഥന സർക്കാരിന് കൈമാറും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ജലമേള വൈകുന്നതിൽ പ്രതിപക്ഷവും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്. 24 വരെ പ്രാദേശിക വള്ളംകളികളുണ്ട്. നെഹ്റു ട്രോഫി മത്സരത്തിന് മുമ്പ് തുഴച്ചിലുകാർക്ക് 2 ആഴ്ചത്തെ ട്രയലെങ്കിലും വേണം. ടീമുകളെല്ലാം പിരിച്ചുവിട്ടതിനാൽ പുറത്തുനിന്ന് തുഴച്ചിലുകാരെ എത്തിക്കുന്നതും വെല്ലുവിളിയാണ്. വള്ളംകളി കാണാൻ നാട്ടിലെത്താൻ കാത്തിരിക്കുന്നവരും ഏറെയാണ്. 24 ആലപ്പുഴ. യെസ്, അപ്പോൾ എന്തായാലും 24-ന്റെ ക്യാമ്പയിൻ കൂടി ഉണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് വള്ളംകളി എന്താണ് പറയുക നടത്തിയ തീരൂ, അല്ലെങ്കിൽ അത് വേണം എന്നൊരു ആവശ്യം അതിങ്ങനെ ഒരു ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ആൾക്കാരൊക്കെ വള്ളംകളി എന്താണ് ജീവിതത്തിന്റെ ഭാഗമാക്കിയ അല്ലെങ്കിൽ രക്തത്തിൽ അലിഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് വള്ളംകളി ഇത്തവണ വേണം എന്നുള്ളത്. ഇനി ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലേ. നമ്മൾ ഇന്നലെ വയനാട്ടിലായിരുന്നു. അവിടെ മേപ്പാടി മേഖലയിലൊക്കെ നമ്മൾ പോയിരുന്നു, ഒരുപാട് പേരെ നേരിൽ കണ്ടു. അപ്പോൾ ഇന്നലെ അവിടെ നിന്നൊരു വാർത്ത വരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വീണ്ടും ക്ലാസ് മുറികളിലെത്തി. ഇന്നലെ ഞാനും പ്രജിനും സ്കൂളിൽ പോയിരുന്നു. ഞങ്ങൾ ആ സ്കൂളും പരിസരവും ഒക്കെ കണ്ടു. അപ്പോൾ നമുക്കും അത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് ഊർജം പകരുന്ന ഒന്നാണ്. അവിടെ ഈ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം കുട്ടികൾ കാണുന്നത്. എന്തായാലും പുനഃപ്രവേശനോത്സവം നടത്തിയാണ് വിദ്യാർത്ഥികളെ ഇന്ന് സ്വീകരിച്ചത്. നാട് ചേർത്ത് പിടിക്കുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകിയ ഉറപ്പ്. ഉരുൾ ബാക്കിയാക്കിയ നോവുകളെല്ലാം പിഞ്ചു മനസ്സുകളിലുണ്ടെങ്കിലും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആദ്യ പാഠത്തിലേക്ക് അവർ ഇന്ന് കാലെടുത്തു വെച്ചു. പാഠം 1, അതിജീവനം. ചൂരൽമലയിൽ നിന്ന് സ്കൂളിലേക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. ദിവസങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടതിന്റെ സന്തോഷവും കളിയും ചിരിയും
ബസ്സിൽ നിറഞ്ഞു. ബസ്സിറങ്ങിയ വിദ്യാർത്ഥികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്കൂളിലേക്ക് വരവേറ്റു. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകുമെന്നും ക്ലാസുകൾ നഷ്ടമായതിന്റെ പഠന വിടവ് നികത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ശിവൻകുട്ടി പറഞ്ഞു. അക്കാദമി രംഗത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ അധിക സമയം പഠനത്തിലൂടെ പരിഹരിക്കും. ഇതിനാവശ്യമായ ബെഡ്ജ് മെറ്റീരിയലുകൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കും. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയും ഡയറ്റും ഇതിനായി പ്രത്യേക പ്ലാൻ തയ്യാറാക്കും. ദുരന്തമുഖത്ത് പകച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് പിന്തുണയ്ക്കുവാൻ സൈക്കോ സോഷ്യൽ പിന്തുണ പരിപാടികൾ ഏർപ്പെടുത്തും. വെള്ളാർമല സ്കൂളിന്റെ തകരാത്ത കെട്ടിടം ദുരന്തത്തിന്റെ സ്മാരകമായി നിലനിർത്തും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 36 വിദ്യാർത്ഥികളുടെ ജീവനാണ് ഉരുൾപൊട്ടൽ കവർന്നിരുന്നത്. 17 പേർ ഇപ്പോഴും കാണാമറയത്ത്. ദുരന്തത്തിൽ നഷ്ടമായ 135 SLC സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ്, ടെക്സ്റ്റ് പുസ്തകം, നോട്ടുകൾ തുടങ്ങി വെള്ളക്കുപ്പി വരെ ക്ലാസുകളിൽ സജ്ജീകരിച്ചിരുന്നു. വെള്ളാർമല സ്കൂളിലെ 546 കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ 61 കുട്ടികൾക്കും ഇനി മേപ്പാടിയിൽ പഠനം. വേദനകളും മനസ്സിനേറ്റ മുറിവുകളും നല്ല ക്ലാസ് ഓർമ്മകളിലൂടെ മറികടക്കാൻ ഇവർക്ക് കഴിയട്ടെ. ടീം 24 വയനാട്. നമ്മൾ ആ വയനാട്ടിൽ പോയപ്പോൾ ആ മേഖലയൊക്കെ നമ്മൾ കണ്ടു. ഇത് ഭംഗിയുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഒഴുകി യാതൊരു മറുചോദ്യവുമില്ലല്ലോ. എന്തായാലും അതിജീവനത്തിന്റെ പാഠം പഠിച്ച് വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള ദിനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് മാറട്ടെ, അവർക്കെല്ലാം നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മൾ കമന്റ്സിലൂടെ വളരെ വേഗം ഒന്ന് പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ആർ കൃഷ്ണ പറയുന്നു, സോറി, വാർത്ത ക്രിക്കറ്റ് കളി ഇത് മാറി മാറി കാണുകയാണ്. ഇന്ന് റോയൽസ് ജയിക്കും. ഇന്നലെ ടീം 24 അടിപൊളിയായിരുന്നു. ബീച്ചിലെ വാർത്ത, അതായത് നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടായിരുന്നു ഇന്നലെ നമ്മളെ ഗുഡ് നൈറ്റ് ഷോ ചെയ്തിരുന്നു. അപ്പോൾ ആ വാർത്തയും കണ്ടു. ഇപ്പോൾ ഇതാ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ക്രിക്കറ്റ് കളി കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ സിദ്ധാർത്ഥ് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ് വി പറയുന്നു, പ്രജിൻ പ്രീത, നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ഓർക്കാനും ശാസിക്കാനും സഹായിക്കാനും സ്വതന്ത്രമായി പെരുമാറാനും എന്തും പരസ്പരം തുറന്നു പറയാനും പറ്റുന്ന നല്ല സൗഹൃദങ്ങൾ എന്ന് നിഷാദ് വി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നലെ നമ്മൾ അവിടെ കൽപ്പറ്റയിൽ വന്നപ്പോൾ അവിടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരുപാട് പേര് പരിചയപ്പെട്ടു. അതിൽ ഒരു നബീസുമ ഉമ്മ വന്നിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ കുടുംബം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി ഷോയിൽ കാണുമ്പോൾ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാവരും പേര് പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. അപ്പോൾ നമുക്ക് നേരിട്ട് നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല കോഴിക്കോട് നമ്മൾ ഇതുപോലെ ബീച്ചിൽ നിൽക്കുമ്പോൾ ഒരാൾ ഫോൺ കൊണ്ടുവന്നിട്ട് ഇതാ ഒന്ന് ഹായ് പറയൂ, നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എത്താം. ഇന്ന് തൽക്കാലം നിർത്തുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ബൈ.